ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും പൊന്നോണ ആശംസകൾ. അപ്പോൾ ഒരു ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പൊന്നോണം കൂടി വരവായി. അപ്പോൾ രാവിലെ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇന്നലെ രാത്രി തന്നെ ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. കാരണം രാവിലെ എല്ലാ ജോലിയും ഒരുമിച്ച് നടക്കാത്തതുകൊണ്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ രാവിലെ സഞ്ജിത്ത് ഉറക്കം എണീറ്റ് വന്നോടം തന്നെ അമ്മ ഹാപ്പി ഓണം എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേക്ക് അടുപ്പിൽ അരിക്ക് കഴുകി ചോറിന് ഇട്ടായിരുന്നു. പിന്നെ അവിയൽ റെഡിയാക്കി, പിന്നെ തോരന് എടുത്ത് അപ്പം തന്നെ അരപ്പൊക്കെ അരച്ച് പെട്ടെന്ന് എല്ലാം ക്യുക്ക് ആക്ഷൻസ് ആയിരുന്നു. ഞാൻ ചെയ്യുന്ന ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ സ്പീഡപ്പായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്കങ്ങനെ ലാഗ് വരാറില്ല. പിന്നെ ക്യാബേജ് തോരൻ വെച്ചു. ഞാൻ ഈ കല്യാണത്തിനൊക്കെ കിട്ടുന്ന രീതിയിലുള്ളൊരു തോരനുണ്ടല്ലോ നമ്മുടെ ഇവിടെ സൈഡ് ഡിഷായിട്ട്, അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്തതാണ്. അത്ര അങ്ങ് സുഖിച്ചില്ല, എന്നാലും ഒരുവിധം മൂപ്പിച്ചൊക്കെ എടുത്തു. ക്യാബേജ് തോരൻ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവണമായിരുന്നു, അതിന് ഒത്തിരി എണ്ണ വേണം. ഞാനിപ്പോൾ അധികം ഓയിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് ഒരു ക്യാബേജ് തോരൻ വെച്ചു. സഞ്ജിത്ത് പുറകെയൊക്കെ നടന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു, എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു, എന്താണ് വീഡിയോ എടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കിച്ചടിക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിച്ചടി റെഡിയാക്കി, തൈരെടുത്തു, എന്തൊക്കെയോ ഞാൻ കാട്ടിക്കൂട്ടി. അതിനിടയ്ക്ക് സാമ്പാർ, വെജിറ്റബിൾസും പരിപ്പും ഒക്കെ വേവിച്ച് സാമ്പാർ റെഡിയാക്കി. എൻ്റെ മല്ലിയില, എനിക്ക് മല്ലിയില ഭയങ്കര ഫേവറേറ്റാണ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് മല്ലിയില സാമ്പാറിനിടും. അപ്പോൾ അതിട്ടു, അതിന് കടുതാളിച്ചു. പിന്നെ അപ്പോൾ ഇന്ന് പാൽപ്പായസം ആയിരുന്നു. അപ്പം നമ്മുടെ ഇൻസ്റ്റൻറ്റ് പാൽപ്പായസമാണ് മേടിച്ചത്. പിന്നെ പരിപ്പ് കറി ലാസ്റ്റാണ് വെച്ചത്, കാരണം പരിപ്പ് കറി ഇത്തിരി ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്, നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്ര ഹെൽത്തി അല്ല, എന്നാലും ഒരു ദിവസത്തേക്ക് നമുക്ക് ഓണം എന്നുള്ള പ്രമാണിച്ച് ഞാനങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം ഞങ്ങളുടെ നല്ലവരായ കുറച്ച് നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഓണസദ്യ കഴിക്കാനായിട്ട്. ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഒരുമിച്ച് എല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് ഒരു ഓണം ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്. അപ്പോൾ നേരത്തെ കൂട്ടി ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, TV കണ്ടു. പിന്നെ മൊബൈലൊന്നും ആരും തന്നെ യൂസ് ചെയ്തില്ല, അത് തന്നെ വലിയൊരു ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു നല്ലൊരു ഓണമായിരുന്നു. ഞാനും സച്ചുവും നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള അവരും എല്ലാവരും നല്ലൊരു ഓണമായിരുന്നു. അപ്പം നിങ്ങൾക്കും ഇതുപോലെ നല്ലൊരു ഓണമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു വർഷം നമുക്ക് കടന്നു പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.